ന്യൂസ് മീഡിയ ഫോർ ന്യൂസിലേക്ക് സ്വാഗതം. ലോക ആരോഗ്യ ദിനാചരണത്തിന്റെ ഭാഗമായി ജനകീയ ആരോഗ്യ കേന്ദ്രം ചെമ്മാണിയോടിന്റെ നേതൃത്വത്തിൽ ഐലക്കര മദ്രസയിൽ വെച്ച് ഓഫ് ടൈം ജീവിതശൈലി ക്ലിനിക്കും ക്യാൻസർ സ്ക്രീനിംഗും നടത്തി. ശ്രീമതി ആശ JPHN വിഷയാവതരണം നടത്തി. നമുക്ക് 9 to 1 ആണ് നമ്മുടെ ക്ലിനിക് ടൈം. ഈ സമയത്ത് നമ്മൾ വന്നു കഴിഞ്ഞാൽ സ്ത്രീകളായിരിക്കും നമ്മളുടെ കൂടുതലും നമ്മുടെ ക്ലിനിക്ക് അറ്റൻഡ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ നിന്നൊരു വ്യത്യസ്തമായിട്ട് ചിന്തിച്ചപ്പോഴാണ് നമുക്ക് സ്ത്രീജനങ്ങൾ മാത്രമല്ല, നിങ്ങൾ അതുപോലെ ഇപ്പോൾ കൂടുതലും പുരുഷജനങ്ങൾ അവിടെ ഇരിക്കണേ. അപ്പോൾ നിങ്ങളെയും കൂടെ കിട്ടുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മുടെ ഓഫ് ടൈം ക്ലിനിക്ക്. യഥാർത്ഥത്തിൽ നമ്മുടെ ഡ്യൂട്ടി സമയം കഴിഞ്ഞിട്ടാണ് നിങ്ങൾക്ക് വേണ്ടി ഒരു പ്രത്യേക ഒരു ക്ലിനിക്കാണ് അറേഞ്ച് ചെയ്തേക്കുന്നത്. അപ്പോൾ സ്റ്റാഫ് എല്ലാവരും തന്നെ ഡ്യൂട്ടി ടൈം കഴിഞ്ഞിട്ട് എക്സ്ട്രാ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു സേവനമാണ് ചെയ്യുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇന്നലെ നമ്മളുടെ വേൾഡ് ഹെൽത്ത് ഡേ ആയിരുന്നു, ലോകാരോഗ്യമായിരുന്നു. എല്ലാവർക്കും അറിയാമല്ലേ? ഇപ്പൊ നമ്മളുടെ സന്ദേശ റാലികളൊക്കെ ഇന്നലെ കഴിഞ്ഞു. അതിന്റെ തീം തന്നെ നമ്മൾ പറയുന്നത് ആരോഗ്യകരമായ തുടക്കം, പ്രതീക്ഷാ നിർഭരമായ ഭാവി. നമുക്ക് ആരോഗ്യം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നല്ലൊരു ഭാവിയുള്ളൂ. അപ്പൊ പലപ്പോഴും നമ്മൾ നമ്മളുടെ ആരോഗ്യത്തെക്കുറിച്ച് ഒരിക്കലും നമ്മൾ ചിന്തിക്കാറില്ല. നമുക്ക് വേണ്ടി ഒരു 5 മിനിറ്റ് പോലും നമ്മൾ മാറ്റി വെക്കാറില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ക്ലിനിക്കുകൾ നടക്കുമ്പോൾ നിങ്ങൾ അതിൽ പ്രയോജനപ്പെടുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും രോഗം വരാനുണ്ടോ എന്ന് നേരത്തെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. നമ്മളിപ്പോൾ ഇന്നിവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് നിങ്ങളുടെ ഹൈറ്റും വെയിറ്റും നോക്കിയിട്ട് ബോഡി മാസ് ഇൻഡെക്സ് കണക്കാക്കി, അതായത് നമുക്ക് അമിതവണ്ണം വന്നു കഴിഞ്ഞാൽ നമുക്ക് ജീവിതശൈലി രോഗ സാധ്യതകൾ ഏറെയാണ്, അത് കണ്ടുപിടിക്കപ്പെടുന്നത് നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പ്രഷർ, ഷുഗർ നിയന്ത്രണം അത് നോക്കുന്നുണ്ട്. അതുപോലെ തന്നെ സ്ത്രീകളിൽ കോമൺ ആയിട്ട് കാണപ്പെടുന്ന വിളർച്ച, അതായത് രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ അളവ് അത് നോക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ദീർഘനാളായിട്ട് ഡയബറ്റിക് പ്രമേഹത്തിന് മരുന്ന് കഴിക്കുന്നവർക്ക് കിഡ്നിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് യൂറിൻ ആൽബുമിൻ ടെസ്റ്റ് നടത്തപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ഓരോരുത്തരുടെ വീട്ടിലും ഓരോ ക്യാൻസർ രോഗികൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ക്യാൻസർ എന്ന് പറയുന്നത് നമുക്കിപ്പം ഭയങ്കര ഒരു വിപത്തായി മാറിക്കൊണ്ടിരിക്കുക. പക്ഷെ എന്നാൽ നേരത്തെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് പനി പോലെ ചികിത്സിച്ച് മാറ്റാൻ പറ്റുന്നതാണ് ക്യാൻസർ. പക്ഷെ നമ്മളുടെ ഭയവും നമ്മൾ നേരത്തെ അത് കണ്ടുപിടിക്കാതെ പോകുന്നതും കൊണ്ടാണ് അത് വളരെ അപകടത്തിലേക്ക് എത്തിച്ചേരുന്നത്. ഇപ്പൊ നമുക്ക് കോമൺ ആയിട്ട് കണ്ടുവരുന്ന 3 ക്യാൻസറുകളാണ്. ഒന്ന് വായിൽ വരുന്ന ക്യാൻസർ, ഒന്ന് സ്ത്രീകളിൽ കണ്ടുവരുന്ന സ്തനാർബുദം, പിന്നെ ഗർഭാശയകള ക്യാൻസർ. ഈ 3 ക്യാൻസറിന്റെ സ്ക്രീനിങ്ങും കൂടെ ഇവിടെ നടക്കുന്നുണ്ട്. വായിലെ ക്യാൻസർ കൂടുതലും നമുക്ക് പുകവലി, മദ്യം, മുറുക്ക് അങ്ങനെ വസ്തുക്കൾ ഉപയോഗിക്കുന്നതിൽ കൂടുതലായിട്ട് കാണപ്പെടുന്നുണ്ട്. അല്ലാത്ത ആൾക്കാരിലും വരുന്നുണ്ട്. അപ്പൊ നമ്മൾ വായിലെ ഓറൽ സ്ക്രീനിങ് ഇവിടെ നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ സ്തനാർബുദം, ഗർഭാശയകളെ ക്യാൻസർ വരാനുള്ള സാധ്യതകളെ ഇവിടെ സിസ്റ്റർമാർ സ്ക്രീൻ ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ അപ്പോൾ നമ്മുടെ ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറയുന്നത് നമുക്കിപ്പം വലിയൊരു വെല്ലുവിളിയാണ്. അപ്പോൾ ഈ ക്യാമ്പിൽ നിങ്ങളുടെ വിലപ്പെട്ട സമയം മാറ്റിവെച്ച് എത്തിച്ചേർന്ന എല്ലാവർക്കും ഒന്നുകൂടെ എൻ്റെ ഒരു സ്വാഗതം അറിയിച്ചുള്ളൂ. MLHP-മാരായ ഡെയ്സി, ശ്രുതി, സിജി, JHI പ്രിയ, ആശാവർക്കർമാരായ ബേബി, ജയശ്രീ, ശുഭ, അംബുജാക്ഷി, ശ്രീജ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ചെമ്മാണിയോട്.